ഹലോ കൂട്ടുകാരെ, നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ വീടിൻ്റെ വർക്കുകൾ ഇപ്പോൾ ഏകദേശം കഴിയാനായി എന്നൊന്നും പറയാനായിട്ടില്ല, കുറച്ച് പണികൾ കൂടി ഉണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് തന്ന സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇതേപോലെ ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരുപാട് പഴമയുള്ള വീടുകൾ നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ നമ്മുടെ വീടിനെ പറ്റിയും അതേപോലെ പഴയ ഓടിട്ട വീടുകൾ, പഴയ തറവാടുകൾ, പിന്നെ പുതുമയുള്ള വീടുകൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ചാനലാണ് നമ്മുടേത്. നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഏകദേശം 3300ഓളം സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് നമുക്ക് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊന്നുമല്ല കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇതുവരെ എന്തൊക്കെ വർക്കുകൾ നടന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കാനുണ്ട്, എത്രയൊക്കെ വർക്ക് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് കഴിയും. ഇതുകൊണ്ടല്ലേ ഇവിടെ പന്നി ശല്യം ഉണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ പൊന്തിയിട്ട് പന്നി ശല്യം നല്ലോണം ഉണ്ട്. പുല്ല് പൊന്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ പന്നി ഉണ്ടായിരിക്കും. അതായത് ഇതൊക്കെ ഓരോരുത്തരുടെ പ്ലോട്ടാട്ടോ. നമ്മളെ പ്ലോട്ട് ആ കാണുന്ന ഇതാണ്, ഈ വീടാണ്. ഇതിൻ്റെ കറക്റ്റ് നമ്മൾ 6 സെൻറ്റിലാണ് നമ്മുടെ ഈ വീട് ഇരിക്കുന്നത്. ബാക്കിയുള്ള ഈ ഒരു ഏരിയയൊക്കെ പ്ലോട്ടായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണിത്. വീട് കയറി വരുമ്പോൾ തന്നെ ഇതേപോലെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന ഒരു കിളിവാതിലാണ്. മുകളിലേക്ക് നമുക്കിത് ശരിക്കും 2 നില വീടല്ല, ഒറ്റ നില വീട് തന്നെയാണ്. 2 നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പൊളിച്ച്, അതായത് പഴയ ഒരു തറവാട് ലുക്കിലാക്കണം, അല്ലെങ്കിൽ ഒരു പഴയ മച്ചുള്ള രൂപത്തിലാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇത് പഴയൊരു രൂപത്തിലല്ല, നമ്മുടെ മാത്രം, അതായത് ഞാനും എൻ്റെ വൈഫും കൂടി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു കുഞ്ഞു വീടാണ്. കുഞ്ഞു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറേ കമൻറ്റ് വരും, ഇത് ഇത്രയും വലിയ വീടുണ്ടാക്കിയിട്ട് കുഞ്ഞു വീട് എന്ന് പറയുന്നതൊക്കെ. നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയൊരു ചെറിയൊരു വീട്. മൊത്തത്തിൽ നമുക്ക് ഏകദേശം ഇതിനൊരു 15 ലക്ഷം രൂപയിൽ തീരും വർക്ക്. ഇതിൻ്റെ ഓടുകളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് പുതിയ ആൾക്കാരോടാണ്. പഴയ ആൾക്കാർ കാണുമ്പോൾ ഇവനെന്ത് ഈ ഇട്ട് എന്ന് വിചാരിക്കും. അതായത് പുതുമയുള്ള ഓടല്ല, 45 വർഷം പഴക്കമുള്ള ഓടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പരമാവധി നമുക്ക് പഴയ ഓടുകൾ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരഞ്ഞു പിടിച്ച് നോക്കിയപ്പോഴാണ് നമുക്കൊരു കോഴിക്കോടുള്ള ഫെറോക്കിലുള്ള ഓടാണ് സാധനം. അതിൽ നമുക്ക് ഇറക്കിയത് ചെന്നൈയിൽ നിന്നാണ്. ചെന്നൈ ഒരു ഗോഡൗൺ പൊളിച്ചു എന്നാണ് പറഞ്ഞത്. ഗോഡൗൺ പൊളിച്ചിട്ടാണ് നമുക്ക് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ളത്. 2750 ഓടാണ് നമുക്ക് മൊത്തം വന്നിട്ടുള്ളത് വീടിന് മൊത്തത്തിൽ. അതെല്ലാം ഒറ്റ കമ്പനീൻ്റെ ഓർഡറിനെ കിട്ടിയിട്ടോ. അത് വേറെ മാറ്റങ്ങളൊന്നുമില്ല. 20 രൂപയ്ക്കാണ് നമ്മുടെ വീട്ടിൽ സാധനം ഇറക്കിയിട്ടുള്ളത്. ഓട് നമ്മുടെ വീട്ടിലേക്ക് ഇറക്കിയതിന് 20 രൂപ. നമ്മുടെ വെട്ടേൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ചുമര് തേക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ചുമര് തേക്കാതെ ചെയ്യുമ്പോൾ പലർക്കുള്ള പ്രശ്നമാണ്, ഇത് ഭയങ്കര എക്സ്പെൻസ് ആവുമോ, ഭയങ്കര ചിലവും കാര്യങ്ങളൊക്കെ വരുമോ എന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു. നമ്മൾ തന്നെ ചെയ്യിക്കുകയാണെങ്കിൽ വലിയ ചിലവൊന്നും വരില്ല. അതായത് നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ വീടിന് എത്രത്തോളം ഫണ്ട് ചിലവാക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചിലവാക്കേണ്ടത്. അതായത് പല ആളുകളും പല രീതിയിലാണ് ഇതിനെ സമീപിക്കുന്നത്. എനിക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ആ മുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മുകളിലതൊക്കെ അവിടെ നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട്. പോളിഷ് പറഞ്ഞാൽ ക്ലിയർ അടിച്ചിട്ടുണ്ട്. ഇൻഡിഗോയുടെ ക്ലിയറാണ് അടിച്ചിട്ടുള്ളത്. അത് മുകളിലും മൊത്തം അവിടെയൊക്കെ പെയിൻറ്റിങ് അത് കഴിഞ്ഞു കേട്ടോ. അതായത് ക്ലിയർ അടിക്കൽ കഴിഞ്ഞു. ഈ ഒരു സൈഡിലും ക്ലിയർ അടിക്കൽ കഴിഞ്ഞു. അത്രയും അടിച്ചപ്പോഴേക്ക് നമുക്ക് വന്നിട്ടുള്ള ചിലവ് 7500 രൂപയാണ്. പണിക്കൂലി അടക്കട്ടെ ഞാൻ പറയണേ. ഈ വൈറ്റ് ബോർഡറും കാര്യങ്ങളൊക്കെ അതിൽ പെടുന്നതാണ്. അതൊക്കെ അതിൽ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞതിന് നമുക്ക് 7500 രൂപ സാധനം വാങ്ങാനൊക്കെ പടയായത്. നമ്മുടെ ഈ ക്ലിയറിന് വരുന്നത് 4 ലിറ്ററിൻ്റെ ഒരു ബോക്സാണ് ബോട്ടിൽ വരിക. അതിന് നമുക്ക് വന്നിട്ടുള്ള ചിലവ് 1500 രൂപയാണ് 4 ലിറ്ററിന്. അങ്ങനത്തെ 2 ബോട്ടിലാണ് നമുക്ക് 2.5 ബോട്ടിൽ 2 ബോട്ടിൽ തന്നെ നമുക്ക് വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ കാണിച്ചു തരുന്നത് ഇത് നമ്മുടെ കിണറാണ്. വലിയ കിണറാണ്, ശരിക്കും ഇത്ര വട്ടത്തിലുള്ള കിണറാണ്. അത് നമ്മൾ വണ്ണം കുറച്ചു, അതായത് ചെറിയ കിണറാക്കി മാറ്റി. എപ്പോഴും ഒരു ക്യൂട്ട്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിലുള്ളിലേക്ക് കിടക്കണം എന്നുള്ളത് നമ്മളൊരു ആവശ്യമായിരുന്നു. അങ്ങനെ നമ്മൾ കിണർ
എന്താ പറയുക കാണുന്ന ഒരു ക്യൂട്ട്നെസ് ആയിരിക്കണം. പിന്നെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കിണറ്റിക്ക് നോക്കരുത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എടാ കിണറ്റിൻ്റെ അവിടുന്ന് മാറിക്കുക, കിണറ്റിക്ക് നോക്കല്ലേ, അങ്ങനത്തെയൊക്കെ വർത്താനം പലരും കുട്ടികളോട് പറയുന്നത് കണ്ടിട്ടുണ്ട്. ഇത് അതേപോലെ ഒരു ഭയാനകമായ ഒരു കിണറാവരുത് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നോക്കിയാലും കുട്ടികൾക്ക് വന്ന് നോക്കിയാലും ഒരു ഭയാനകമായിട്ടുള്ള വലിയൊരു കിണറൊന്നും തോന്നില്ല. പിന്നെ നമ്മൾ കിണറിൻ്റെ വിസ്താരം കൂട്ടിയത് എന്ന് പറഞ്ഞാൽ, വിസ്താരം കൂട്ടിയാലേ നമുക്ക് അഥവാ കിണറ്റിൻ്റെ അടിയിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങുക കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവിടെ ഒരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യരുത്. അത് നമുക്ക് ഇറങ്ങേണ്ടി വരും, എന്തെങ്കിലും ആവശ്യം വരികയാണ്, അടിയിലൊന്ന് താഴ്ത്തണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങേണ്ടി വരും നിർബന്ധമായിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് 28 റിങ് കേട്ടോ, നമുക്ക് മൊത്തത്തിൽ 28 റിങ്ങാണ് ഇതിലുള്ളത്. ഇപ്പം നല്ലോണം വെള്ളമുണ്ട്, ആവശ്യത്തിനനുസരിച്ച് വെള്ളമുണ്ട്. ഈ ഗ്രില്ല് കൊടുത്തിട്ടുള്ളത് നമ്മൾ പഴയ ജനലില്ലേ, ജനലിൻ്റെ കമ്പിയാണിത്. അതായത് എന്താ പറയുക, പട്ട ജനലിൻ്റെ പട്ട. അതായത് പണ്ട് ഒഴിവാക്കിയ വലിയ റേറ്റ് ഒന്നും വരില്ല. അതിന് 1 കിലോന് നമുക്ക് 35 രൂപേൻ്റെ അടുത്ത് പട്ടയ്ക്ക് വരുള്ളൂ. പുതിയത് വാങ്ങുകയാണെങ്കിൽ 1 കിലോന് 80 രൂപ, 77 രൂപ, 75 രൂപയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഗ്രില്ലൊക്കെ ഇതൊക്കെ നമ്മൾ സെക്കൻഡ് കിട്ടിയാണ് കേട്ടോ. അത് പണിക്കൂലി അടക്കം ഒരു 1500 1700 റുപ്യേൻ്റെ അടുത്തേ വരുള്ളൂ. മൊത്തത്തിൽ അത്ര ചിലവേ നമുക്ക് ആ ഒരു ഗ്രില്ല്. ഇതിവിടെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്, ഇതിവിടെ പൊന്തില്ല, മേലേക്ക് പൊന്തില്ല. ഇനിയിപ്പോൾ പെയിൻ്റ് അടിക്കാനുണ്ട്, അതിപ്പോൾ നമുക്ക് തന്നെ അടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫ്രണ്ടിലെ വിശേഷം. പിന്നെ വന്നിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടൈലിൻ്റെ വർക്കാണ്. ടൈലിൽ ഇപ്പോൾ വൈഫിൻ്റെ ചേച്ചീൻ്റെ ഭർത്താവിൻ്റെ ടൈലിടുന്നത് ഇവിടെയാണ്. ഇത് കണ്ടെങ്കിൽ 2 ടൈൽ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മുടെ ഇവിടെ ഒന്നിങ്ങനെ ഉരുട്ടിയെടുക്കാനുള്ളതാണ്. മരത്തിൻ്റെ ഡിസൈനാണ് നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പൊടിയായതുകൊണ്ട് വലിയ ക്ലിയർ ഉണ്ടാവില്ല. മരത്തിൻ്റെ ഡിസൈനാണ് ഇതല്ലേ, ടൈല് മരത്തിൻ്റെ. ഇവിടെയൊക്കെ മാറ്റ് ഫിനിഷാണ് കേട്ടോ. 37 രൂപ സ്ക്വയർ ഫീറ്റിലാണ് ഈ ഫ്രണ്ടിലുള്ള ടൈൽ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് ടൈലിന് 37 രൂപയാണ് ഇത് വന്നിട്ടുള്ളത്, 1 സ്ക്വയർ ഫീറ്റിന്. ഇത് 200 സ്ക്വയർ ഫീറ്റർ ഉണ്ട് മൊത്തത്തിൽ, ഈ ഒരു ഏരിയ മൊത്തം. പിന്നെ ഇതിന് പണി വന്നിട്ടുള്ളത് 3 ദിവസത്തെ പണി ഏകദേശം വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയയ്ക്ക് മാത്രം. ഒരാൾ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ, ഒരുപാട് പേര് വന്നെടുത്തിട്ടില്ല. ഇതാണ് നമ്മുടെ ചുമര് കേട്ടോ. ഇത് ഫ്രണ്ടിലുള്ള കാഴ്ചയാണ്. അതായത് നമ്മുടെ വീടിൻ്റെ കയറി വരുന്ന ഭാഗത്ത്, ഈ ഒരു ഭാഗത്ത് നമ്മൾ പോളിഷൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഒന്ന് സാൻഡറി ചെയ്യാനുള്ള പരിപാടിയാണ്. സാൻഡറി പറഞ്ഞാൽ അതിന് വേറെ ആരും ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പുറത്തുനിന്ന് ആൾ വന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തിന് 1500 രൂപയാണ് കൂലി. പിന്നെ അതിൻ്റെ മെഷീൻ്റെ കട്ടറിൻ്റെ ബ്ലേഡ് നമ്മൾ വാങ്ങിക്കൊടുക്കണം. അപ്പോൾ ഇത്രയും ഏരിയ, അതായത് ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു ചുമര്, പിന്നെ അപ്പുറത്തുള്ള ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു ചുമര്, ഇത്രയും ചുമര് നമുക്ക് തേക്കണമെങ്കിൽ ഏകദേശം 10 രൂപേൻ്റെ അടുത്ത് ചിലവ് വരും. തേക്കല്ല കേട്ടോ, സാൻഡറി ആണെങ്കിൽ. ഇവിടെ മാത്രം ഒന്ന് മിനുസപ്പെടുത്താം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ബാക്കി എന്നിട്ട് സാൻഡറി അടിച്ച് വിടാമെന്ന്. ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ആദ്യ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ പടുത്തിട്ടുള്ളത്. എന്നിട്ട് തേക്കുന്നവരോട് ഞാൻ പറഞ്ഞത്, നമുക്ക് വിരൽ വെച്ചിട്ട്, അതായത് കയ്യോറ ഇട്ടിട്ട് അവർ സിമെൻറ്റും കാവിയും കൂടി മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ടുള്ളതാണ്. അത് പോളിഷ് ചെയ്യണ, അതായത് ക്ലിയർ അടിക്കുന്ന സമയത്ത് അത് അടിപൊളിയായിട്ട് പോകും. അപ്പോൾ അത് സാൻഡറും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വൃത്തിയിൽ നിൽക്കും. ഇവിടെ നിങ്ങൾ കണ്ടോ, ഇവിടെ ഒരു വെട്ടലും ഒരു ഇടയിലൊരു ഇഷ്ടിക കൊടുത്തിട്ടുണ്ട്. അതിവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതായത് അത് ഇനി ഒരൊറ്റ വെട്ടല് പോലെ ഫീൽ ചെയ്യും നമുക്ക്. ഇതാണ് വെട്ടലിൻ്റെ കാര്യങ്ങൾ. വെട്ടലിൻ്റെ ഒരുപാട് പേര് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, എങ്ങനെയാണത്, ചിലവാണോ. അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരുപാട് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലഗ് കാര്യങ്ങൾ, അതായത് നമ്മളെ വീട്ടിൽ ഇതിവിടെ ഒരു വാൾ ഫാനാണ് കൊടുത്തിട്ടുള്ളത്. പരമാവധി നമ്മൾ വീട്ടിൽ വാൾ ഫാനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ട്യൂബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് നമ്മൾ കറണ്ടിൻ്റെ വർക്ക് ആകെ 3 വരുന്നുള്ളൂ. അവിടെ ഒരു റാന്തൽ, നടുക്കൊരു റാന്തൽ, ഏറ്റവും ലാസ്റ്റ് ഒരു റാന്തൽ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടത്തെ റാന്തൽ പോലെ തന്നെ കേട്ടോ. അത് നമ്മൾ ട്യൂബ് ബൾബാണെന്ന് മാത്രം അതിൻ്റെ ഉള്ളിൽ. അതിന് ഒരു റാന്തലിന് നമുക്ക് 300 രൂപ, 330 രൂപയാണ് വന്നിട്ടുള്ളത്.
ഇപ്പോൾ ഈ സിറ്റ് ഔട്ടിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു. സിറ്റ് ഔട്ടിൻ്റെ ഇത് കഴിഞ്ഞു. നമ്മൾ നേരെ ഹാളിലേക്ക് കിടക്കുകയാണ്. ഹാളിലേക്ക് കിടക്കുമ്പോൾ ഇവിടെ ഇതൊക്കെ പൊടിയാണ് കേട്ടോ. അതായത് ഫുള്ള് വയറിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് പൊടിയാണ്. ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്ന ടൈല് ഗ്ലോസിയാണ്. നമ്മൾ കയറി വരുന്നിടത്ത് മാറ്റാണെങ്കിൽ ഇവിടെ നമ്മൾ ഇട്ടിരിക്കുന്നത് ഗ്ലോസി ടൈലാണ്. ഈ ഗ്ലോസി ടൈലിന് നമുക്ക് വന്നിട്ടുള്ളത് 29 രൂപ 50 പൈസയാണ്. ഒരു സ്ക്വയർ ഫീറ്റിന് നമുക്ക് വന്നിട്ടുള്ള റേറ്റ് 29 രൂപ 50 പൈസയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത്തിരി ഏരിയ നമ്മൾ തിരഞ്ഞു പോയ സമയത്ത് നമ്മൾ ആദ്യം അവരോട് പറഞ്ഞിരുന്നു, കടക്കാരോട് പറഞ്ഞിരുന്നു, ഒരുപാട് എക്സ്പെൻസ് ആവരുത്, നമുക്ക് ബഡ്ജറ്റ് ആയിട്ടുള്ളൊരു ടൈൽ തന്നെ വാങ്ങണം എന്നുള്ള ഉദ്ദേശം പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ഗോഡൗണിക്ക് കൊണ്ടുപോയി. ഗോഡൗണിൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഏരിയ മാത്രം ഇടാനാണെങ്കിൽ, ഇപ്പോൾ ഒരു ബെഡ്റൂമൊക്കെയാണ് നിങ്ങൾക്ക് ഇടാനുള്ളതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പുതിയ ടൈൽ വാങ്ങേണ്ട കാര്യമില്ല. കാരണം പ്രീമിയം ക്വാളിറ്റി തന്നെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള സാധനം ഉണ്ടായിരിക്കും. അത് ആ കമ്പനി ആ ഒരു മോഡൽ നിർത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ മോഡൽ നിർത്തുന്ന സമയത്ത് അത് പിന്നെ ടൈലും കടയിൽ ഒറ്റയടിക്ക് ഒരു വീടിനൊന്നും പോവില്ല. അപ്പോൾ അങ്ങനെ ഓരോ കുറച്ച് ടൈലൊക്കെ പോവുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ലൊരു ബെനിഫിറ്റാണ്. കാരണം ആ കടക്കാർക്കും അതൊരു ബെനിഫിറ്റാണ്. കാരണം അത് പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ കുറച്ച് ആൾക്കാർ കൊണ്ടുപോകണം. അങ്ങനെ കുറച്ച് കൊണ്ടുപോയത് എനിക്കിവിടെ കിട്ടിയത് 700 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്താണ്. 700 സ്ക്വയർ ഫീറ്റാണ് നമുക്കിവിടെ ആവശ്യം. ഇവിടെ ഒരു കോർട്ട്യാർഡ് വരുന്നുണ്ട്. കോർട്ട്യാർഡിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ആദ്യം പ്ലാനിലെടുത്തിരുന്നു. അതായത് ഇവിടേക്ക് നമ്മുടെ ടൈലിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ ഈ ഒരു 700 സ്ക്വയർ ഫീറ്റ് നമ്മുടെ വീടിന് മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും എന്നുള്ളതുകൊണ്ട് നമുക്കത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമുക്ക് ആ ഒരു റേഞ്ച് എമൗണ്ട് വന്നിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പ്രീമിയം ക്വാളിറ്റി പുതിയത് വാങ്ങുകയാണെങ്കിൽ 39 രൂപ 40 രൂപേൻ്റെ അടുത്ത് മിനിമം 42 രൂപേൻ്റെ അടുത്തൊക്കെ ഉണ്ട്. അത് നിങ്ങൾ പക്ക പ്രീമിയം ക്വാളിറ്റി തന്നെ വാങ്ങുക. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു പുള്ളി ഉള്ളത് അങ്ങനത്തെയൊക്കെ കിട്ടും. സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട്, സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതാണെങ്കിലും മോശമൊന്നുമില്ല കേട്ടോ. കണ്ടാൽ മൈന്യൂട്ട് കംപ്ലൈൻറ്റുകളായിരിക്കും, അറിയൊന്നുമില്ല നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ടൈലിൻ്റെ വിശേഷങ്ങൾ. ടൈലിൻ്റെ മാത്രമായിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് അതിനനുസരിച്ച് ടൈലിൻ്റെ മാത്രമായിട്ട് ചെയ്യാം. ഇനി നമുക്ക് മുകളിലത്തെ കാഴ്ച കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മച്ച് കേട്ടോ. മച്ചിൻ്റെ വിശേഷങ്ങൾ ഒരുപാട് നമ്മുടെ ചാനലിൽ നമ്മൾ വന്നിട്ടുണ്ട്. മച്ചിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട്, അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കിയൊരു സാധനമാണ് മച്ച്. ഇത് വന്ന് കാണുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യമാണ്. നമ്മുടെ വീട്ടിൽ മച്ച് ഇതേപോലെ ആവുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മൾ ഉദ്ദേശിച്ചിരുന്ന വി ബോർഡിൽ ചെയ്യാനായിരുന്നു. വി ബോർഡിൽ മച്ച് കൊടുത്തിട്ട് അത് ഓരോ കള്ളിയായിട്ട് തിരിച്ച് ചെയ്യാനായിരുന്നു ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഒരു ദിവസം നമ്മളെ ഒരു കൂട്ടുകാരൻ, ഒരു സലീം പറഞ്ഞിട്ടൊരാളെ വീട്ടിൽ പോയത്. അവർ പഴയ വീട് പൊളിച്ച് എടുക്കുന്ന വർക്കാണ് അവർക്കുള്ളത്. നമ്മുടെ ഓട് മേഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഓട് മേഞ്ഞ അവരുടെ വീട്ടിൽ. അപ്പോൾ അവരുടെ വീട്ടിൽ അവരിങ്ങനെ മച്ചിൻ്റെ മേലെ ഇങ്ങനെ ഈ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. മച്ചിൻ്റെ മേലെ പറഞ്ഞാൽ 2ാം നിലേൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ക ഒരു വൈറ്റ് പെയിൻ്റ് അടിച്ച് അങ്ങനെ വിട്ടതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവരോട് ചോദിച്ചു, ഇങ്ങനെ മച്ച് ചെയ്യാൻ പറ്റുമോ, മച്ച് ചെയ്യണതിന് എങ്ങനെയാവും എക്സ്പെൻസ്, നല്ല ചിലവ് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ചിലവ് വലിയ എക്സ്പെൻസ് ഒന്നും വരില്ല, പഴയ മരങ്ങളായിരിക്കും, പുതിയ മരങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആഗ്രഹം തന്നെയായിരുന്നു പുതിയ മരങ്ങളൊന്നും വരാൻ പാടില്ല. പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കള്ളത്തരം എന്ന് മൊത്തത്തിലല്ല നമ്മൾ പറയുന്നത്. എന്നാലും പുതിയ മരത്തിനോട് നമുക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ചെതലിൻ്റെ പ്രശ്നം നമുക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു പഴയ മച്ച് നമുക്ക് മൊത്തത്തിൽ അവർ ചെയ്തു തന്നു. അതായത് വീട് മുഴുവൻ മച്ചാണ് കേട്ടോ. എവിടെ നോക്കിയാലും മച്ച്. ഈ ഒരു ഏരിയ മാത്രമാണ്. ഇപ്പോൾ ഈ ഹാളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഹാളിൽ ഞാൻ ഇവിടെ കയറി വന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു 9 അടീൻ്റെ 9 അടിയാണോ, അതായത് 7, 8, 9 അടി 10 അടീൻ്റെ അടുത്ത് ഹൈറ്റിൽ നമുക്ക് മച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കൈ നമുക്ക് മുകളിലേക്ക് എത്തില്ല. അപ്പോൾ ഇവിടെ ഒരു വാൾ ഫാനാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. ഒരു സൈഡിന് ഒരു വാൾ ഫാന്. ഇവിടെ വാൾ ഫാനിൻ്റെ ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല, എന്നാലും നമ്മൾ ഒരു വാൾ ഫാനിന് വേണ്ടിയിട്ട് ഒരു പോയിന്റ് അവിടെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഹാളും ഒരു ചെറിയൊരു കുഞ്ഞ് ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂമും നമ്മൾ ഒരേ ഹൈറ്റിലാണ് കൊടുത്തുള്ളത്, ഹൈറ്റ് കുറഞ്ഞ രീതിയിലാണ് കൊടുത്തുള്ളത്. അതായത് ഇവിടെ മച്ചിലേക്ക് കയറാനുള്ള കോണിയാണിത്. ഈ കോണി എന്ന് പറയുന്നത്
ഇത് നമ്മൾ 900 രൂപയ്ക്ക് വാങ്ങിയതാണ്. 900 എന്ന് പറയുമ്പോൾ പലരും ചിന്തിച്ചു പോകും, അയ്യോ എങ്ങനെ ഇത്രയും കുറഞ്ഞ് കിട്ടിയെന്നൊക്കെ. ഇതും നമ്മൾ പഴയത് കടയിൽ നിന്ന് എടുത്താണ്. വീട് പണി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു കോണി വാങ്ങിയിട്ടുണ്ട്. അന്ന് നമ്മൾ കോണി വിചാരിച്ചിരുന്നത് ഈ ഒരു ഭാഗത്തേക്കായിരുന്നു. കണ്ടില്ലേ, ഇവിടെ ഒരു കോൺക്രീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അവിടേക്കായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പിന്നെയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കൺജസ്റ്റഡ് ആവും എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ നേരെ അവിടേക്കൊരു നീളത്തിലൊരു നടപ്പാത ഉണ്ടാക്കി. ആ നടപ്പാതയിലേക്ക് ഇവിടുന്ന് കയറി വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് കോണിയുടെ വേറെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മളൊരു കൈവരി വാങ്ങിയിട്ടുണ്ട്. അത് ഒരുപാട് ദിവസം നമ്മൾ മൂന്ന് മാസത്തിൻ്റെ അടുത്ത് നമ്മളൊരു പോയിട്ടാണ് നമുക്ക് ഈ സാധനം കിട്ടിയിട്ടുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു വീട്, നമ്മളൊരു പഴയ ഒരു വീട് ഒഴിവാക്കാനായി കിടക്കുന്നത് കണ്ടിരുന്നു. അത് നമ്മുടെ നിലമ്പൂർ. അപ്പോൾ ആ വീടിനോ അവരോട് പോയി ചോദിച്ച് ഈ സാധനം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കൈവരി വാങ്ങിയിട്ടുള്ളത്. കണ്ടില്ലേ, ഇത് വെച്ചിട്ടില്ല കേട്ടോ, ഇതിൻ്റെ പണി കുറച്ച് എടുക്കാണ്ട് കൈവരിയാണിത്. വീട്ടിയുടെ തടിയാണ് കേട്ടോ, വീട്ടിയുടെ തടിയാണിത് അല്ലേ. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സാൻഡർ അടിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ ഒരു പീസില്ലേ, ഇത് മാറ്റണം, അത് ചെതലൊടിച്ച് പോയിട്ടുണ്ട്. ഈ ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഒറ്റ മരത്തിൽ പണ്ട് കാലത്ത് 100 വർഷം പഴക്കമുണ്ടെന്നാണ് അവിടുത്തെ വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. പണ്ട് കാലത്ത് അവരുടെ ഫാദറൊക്കെ കാട്ടിൽ നിന്നും കിട്ടിയ മരങ്ങളാണിത്ര, അത് വെച്ചിട്ടുണ്ടാക്കിയതാണ്. ഇതിന് നമുക്ക് വന്നിട്ടുള്ള ചിലവ് 500 രൂപയാണ് കേട്ടോ. 500 രൂപയ്ക്കാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ബഡ്ജറ്റ് കുറയ്ക്കാനുള്ള ഉദ്ദേശം മാത്രമല്ല, നമുക്കിങ്ങനെ പഴയ സാധനങ്ങളാവണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സാധനം ഞാൻ പുതിയത് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു സംഖ്യ ചിലവാകും, അതിനായിട്ട് തന്നെ നല്ലൊരു സംഖ്യ ചിലവാകും. അത് നമ്മൾ ആഗ്രഹിക്കുക. ഇപ്പോൾ മറ്റേ എന്താ നമ്മുടെ ഒരു മോട്ടിവേഷനിൽ ഓരോരുത്തർ പറയുമല്ലോ, നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ അത് നമുക്ക് ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ കഴിയുന്നതല്ലേ. അതുപോലെ ഒരുപാട് സാധനങ്ങൾ നമ്മളെ വീട്ടിൽ നമ്മൾ പല പ്ലാനുകളും നമ്മൾ വിചാരിച്ചത് ഓട്ടോമാറ്റിക്കലി വന്നു കയറിയ സംഭവങ്ങളുണ്ട്. ഇപ്പം അതിലൊക്കെയാണ് ഈ മച്ചിൻ്റെ കാര്യങ്ങൾ. സത്യത്തിൽ അങ്ങനെ നടന്നതാണ്, ഒരു സർപ്രൈസായിട്ട് കിട്ടിയ സംഭവം, നമ്മൾ പ്രതീക്ഷിക്കാതെ. ഇത് നമ്മളെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ, അതായത് അടുത്തൊരു ബെഡ്റൂമിൻ്റെ ഉള്ളിലത്തെ കാഴ്ചയാണ്. അടുത്ത ബെഡ്റൂമിൽ മച്ചാണത്. മച്ചിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും കേട്ടോ. അതായത് പലരും വിചാരിക്കും എന്താ ഇവൻ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ്, ഒരു വലിയ താല്പര്യമില്ല, അങ്ങനെയൊക്കെ കുറേ ആളുകളുണ്ടാവും. അവരോടല്ല ഞാനീ പറയുന്നത്, ഇതിനോട് ഇഷ്ടപ്പെടുന്ന പഴയ രീതിയിലുള്ള വീടുകൾ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ആളുകളോടാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല ആളുകളും നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടി മെസ്സേജ് അയച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് അറിയിക്കുന്നു എന്ന് മാത്രം. ഇതാണ് നമ്മുടെ ബേവിൻഡോ കേട്ടോ. ബേവിൻഡോ ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് 47 രൂപ കേട്ടോ. ഇത് നമുക്ക് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ റേറ്റ് വന്നിട്ടുള്ള ഏരിയയാണിത്. ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ടൈല് മാത്രം നമുക്ക് പൊട്ടിയ ടൈല് കിട്ടി. അത് 150 രൂപയുടെ ടൈലിനായിരുന്നു. അത് നമ്മൾ ബാക്കി പീസ് നമ്മൾ അടുക്കളയുടെ സ്റ്റെപ്പിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബേവിൻഡോ നമ്മൾ ഉണ്ടാക്കാനുള്ള കാരണം, ഇതൊരു പഴമ രീതിയിൽ പണ്ട് കാലത്ത് ബേവിൻഡോ ഉണ്ടായിരുന്നു. പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിരിക്കുന്ന ജനലുകളുണ്ടായിരുന്നു. ഈ ജനലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റീലാണ്. സ്റ്റീലിൽ കൊടുക്കാനുള്ള കാരണം ഇവിടെ പൊള്ളയായിരിക്കും. സിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പൊള്ള കിട്ടില്ല. അതായത് ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരെ സിമെൻറ്റ് പോകുള്ളൂ. ഇതിൻ്റെ സൗണ്ട് കേട്ടില്ലേ, ഇതിൻ്റെ സൗണ്ട് കേട്ടില്ലേ, ഇവിടെ പൊള്ളയാണ്. പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കോൺക്രീറ്റ് ആണ് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇത്രയും ദൂരം വരെ കോൺക്രീറ്റ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലേക്കും നല്ല പിടുത്തുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ പുറത്തേക്കാണ് ഈ ബേവിൻഡോ ഇരിക്കുന്നത്, വീടിൻ്റെ പുറത്തേക്ക് തള്ളിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് സ്ഥലം മുടക്കം അവിടെ വരുന്നില്ല. ഈ ഒരു സംഭവം നമ്മൾ പുറത്തേക്ക് തള്ളിയിട്ട് ജനൽ അവിടെ കൊടുത്തു. ഇനിയിപ്പോൾ ജനൽ നമ്മൾ കളർ ഗ്ലാസ്സാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. കളർ ഗ്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് പല പല ഡിസൈനിലുള്ള കളറാണ് നമ്മൾ ജനലിന് കൊടുക്കാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. നീല, പച്ച, മഞ്ഞ, ചുവപ്പ്, വെള്ള, അങ്ങനെ
മൊത്തത്തിൽ നമ്മൾ കളർ കൊടുക്കുന്നത് 5 കളറിലാണ് നമ്മൾ കൊടുക്കുന്നത്. 5 കളറിലുള്ള ഗ്ലാസ് പല വീടുകളിൽ നമ്മളിങ്ങനെ പഴയത് കണ്ടിരുന്നു. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർട്ടൻ്റെ ഉപയോഗം വരില്ല. നമുക്ക് ആ ഒരു ഗ്ലാസ് ഇടുന്നതോടുകൂടി നമ്മുടെ വീട്ടിൽ കർട്ടൻ്റെ ആവശ്യം വരില്ല എന്ന് തന്നെയാണ്. പിന്നെ ജനലുകൾ മുഴുവൻ നമ്മൾ വൈറ്റ് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. വൈറ്റ് കളറിൽ അത് നമ്മൾ ഫാബ്രിക്കേഷൻ്റെ വർക്കാണ്. അത് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചു. 21,000 രൂപയ്ക്കാണ് നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ ഇത്രയും വീടിൻ്റെ മൊത്തം നമ്മൾ ജനലുകൾ കൊടുക്കുന്നത്. 21,000 രൂപയ്ക്കാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇനി അതിലൊരു പണിക്കൂലി നമുക്കൊരു 8,000 രൂപ, 7,500 8,000 രൂപേൻ്റെ അടുത്ത് പണിക്കൂലിയും വരും. അപ്പോൾ 29,000 28,000 29,000 രൂപേൻ്റെ അടുത്ത് നമുക്ക് പണി അടക്കം കഴിയും. പിന്നെ അതിൻ്റെ ഇഞ്ചസും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടാവും. എന്തായാലും ഒരു 30,000 രൂപേനുള്ളിൽ മൊത്തം കഴിയും. അത് കഴിഞ്ഞ് ഇവിടെ ഇതൊരു ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ടൈല് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങൾ എടുത്തതാണ്. 29 രൂപ 50 പൈസയ്ക്ക് തന്നെ വാങ്ങിയിട്ടുള്ള ടൈലാണ് ചുമര് ടൈല്. ഇത് താഴത്തുള്ളതിന് 32 രൂപ കേട്ടോ പരിക്കാനുള്ളത്. അത് 2.2 തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. 2.2 ടൈൽ അങ്ങനത്തെ ഞാൻ വിചാരിച്ച ടൈല് കിട്ടിയിരുന്നില്ല. വയറിങ് നമ്മൾ ഇവിടെ ഈ ഒരു റൂമിൽ നമ്മൾ ആകെ 2 പ്ലഗ് പോയിൻ്റ് വയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്വിച്ച് ബോർഡാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്വിച്ച് ബോർഡും ഇവിടെ ഒരു സ്വിച്ച് ബോർഡും. ഈ ഒരു സ്വിച്ച് ബോർഡിൽ 2 പ്ലഗ് ഉണ്ടായിരിക്കും. അതിലൊന്ന് നമുക്ക് ഇസ്തിരി ഇടാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ വിരിച്ച് കഴിഞ്ഞാൽ ഇസ്തിരി ഇടാൻ പറ്റും. AC പോയിൻ്റ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അഥവാ ഇനിയിപ്പോൾ അതൊരു പിന്നെ നമുക്കൊരു കുത്തിപ്പൊളി വേണ്ടാന്ന് ഉദ്ദേശിച്ചിട്ടാണ്. പിന്നെ ലൈറ്റുകൾ ഒരുപാട് ലൈറ്റൊന്നും കൊടുത്തിട്ടില്ല. ലൈറ്റിന് വേണ്ടി പോയിന്റ് നമ്മൾ ആദ്യം തന്നെ 2 പോയിന്റ് ഇട്ട് വെച്ചിരുന്നു. പക്ഷേ നമുക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ വരുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ അതിലും നെഗറ്റീവ് ഒരുപാട് പേര് പറയുന്നുണ്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് അതൊക്കെ വേണം, ആവശ്യങ്ങൾക്കനുസരിച്ച് വേണം എന്നൊക്കെ. അത് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. നിങ്ങൾ പുതിയൊരു വീടുണ്ടാക്കുന്ന ഒരാളോട് പോയി ചോദിക്കുക, എന്തിനാണ് ലൈറ്റുകൾ ഒരുപാട് വെക്കുന്നത്? അല്ലെങ്കിൽ ചില അനാവശ്യമായിട്ട് ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊന്നും പലരും കൊടുക്കാൻ പറ്റില്ല. സ്വിച്ച് ബോർഡ് ഇത് ലൈറ്റ് ഉണ്ടായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പലർക്കും സ്വന്തം വീട്ടിൽ ഏതൊക്കെ സ്വിച്ച് ഉണ്ടെന്നോ അല്ലെങ്കിൽ പ്ലഗ് ഉണ്ടെന്നോ പക്ക അറിയില്ല. അത് അറിയുന്നുണ്ടായിരിക്കും. അറിയുന്നവർ നെഗറ്റീവായിട്ട് വരണ്ട, അറിയാത്തവരുടെ കാര്യമാണ്. പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല. പുതിയ വീടുണ്ടാക്കും, വയറിംഗുകാരൻ്റെ ഇഷ്ടത്തിനായിരിക്കും വീട്ടിൽ വയറും കാര്യങ്ങളൊക്കെ ചെയ്യുക. അവിടെ ബൾബ് വെക്കല്ലേ, വെക്കുക. ഇവിടെ ബൾബ് വെക്കല്ലേ, വെക്കുക. ഇവിടെ പ്ലഗ് ഓക്കെ വേണം, മറ്റോടത്ത് പ്ലഗ് വേണം. പക്ഷെ ഇത് എന്തിനാണ്, അല്ലെങ്കിൽ ഇത് നാളെ അതൊരു പണി കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊന്നും ആരും ചിന്തിക്കില്ല. ഒരുപാട് വയറ്, ഒരുപാട് പ്ലഗ്. ഞാനും തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു അങ്ങനെ ചെയ്യാം. പിന്നെയാണ് ഞാൻ ഒരുപാട് പേരോട് ഇങ്ങനെ സംസാരിച്ച്, അതായത് പുതിയ വീടുണ്ടാക്കിയവരോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങളുടെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ പുതിയ വീടുണ്ടാക്കിയിട്ടുണ്ടാവും. അത് അവർ താമസം മാറിയതിന് ശേഷമായിരിക്കും അവർക്ക് മനസ്സിലാവും അത് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. വയറിങ്ങാരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അത് അവർക്ക് അവരെ വർക്ക് നടന്നുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ എന്തൊക്കെ സാധനങ്ങൾ വേണോ അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പരമാവധി നമ്മൾ ചുരുക്കാൻ പറ്റിയിടത്തൊക്കെ ചുരുക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വേണ്ടാന്ന് വയ്ക്കുക. നമ്മുടെ വീട്ടിൽ നമ്മൾ 2 വേ സ്വിച്ച് ഇല്ല. അതിന് ആരും ട്രോളാൻ വരണ്ട, നമുക്കത് താല്പര്യമില്ല. 2 വേ സ്വിച്ച്, അതായത് ഒരു സ്വിച്ച് ഇടുമ്പോൾ ഒരു സ്വിച്ച് ഓഫ് ആവുക, ഒരു സ്വിച്ച്, അങ്ങനത്തെ താല്പര്യം അതിനോട് നമുക്ക് തീരെ താല്പര്യമില്ല. നമ്മുടെ പഴയ വീട്ടിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് വലിയ ഉപയോഗങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ നീക്കാനല്ലേ, ഒരാൾക്ക് എണീക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ ആ പരിപാടിക്ക് നിൽക്കണ്ടല്ലോ. അതേപോലെ നമുക്കതിനോട് താല്പര്യമില്ല എന്ന് പറയാൻ കാരണം ആ ഒരു വർക്ക് അങ്ങനെ ചെയ്യുന്ന പരിപാടിയോട് മടി കൂട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ തലക്കയിൽ കൊണ്ടുപോയിട്ട് സ്വിച്ച് വയ്ക്കുക, പ്ലഗ് വയ്ക്കുക എന്നൊക്കെ പറയുന്നത്. അതിനും കുറേ ആൾക്കാർ തന്നെ ട്രോളാൻ വരും. അങ്ങനെ ട്രോളിൻ്റെ കാര്യമില്ല, അത് നമ്മുടെ താല്പര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന് താല്പര്യം? ഇപ്പോൾ 2 വേ സ്വിച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്ന ഒരു സ്വിച്ച്, അതേപോലെ 2 വേ സ്വിച്ചിന് വേറെ വയറും കൂടി അതിന് പോകണം. അതേപോലെ അതിന് സ്വിച്ച്, പ്ലഗ് കാര്യങ്ങളൊക്കെ അതിന് വേറെ വരണം. അപ്പോൾ അതൊക്കെ ചിന്തിക്കുക. അത് നെഗറ്റീവായിട്ടല്ല ഞാൻ പറഞ്ഞത്. പലർക്കും ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ അത് തള്ളിക്കളയാം, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് വന്നിട്ട് ഇവിടെ അടുത്തൊരു ബെഡ്റൂമാണ്. അടുത്തൊരു ബെഡ്റൂമിൻ്റെ സീലിംഗ് കാഴ്ച ഇതാണ്. ഞാൻ പറഞ്ഞ ഹൈറ്റ് കുറഞ്ഞ ബെഡ്റൂം എന്ന് പറഞ്ഞു. ഹൈറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൈ എന്തായാലും തട്ടില്ല കേട്ടോ. പിന്നെ ഇതിലൊക്കെ നമ്മൾ കളർ ഗ്ലാസ് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളത്. എല്ലാത്തിലും ബേ വിൻഡോ ഇവിടെയുണ്ട്.
ഈ ബേ വിൻഡോൻ്റെ പ്രത്യേകത ഇത് വേറെ ടൈലാണ്. ഇത് നമ്മൾ 150 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു പീസാണ് ഈ കാണുന്നത്. ഇത്ര പീസ് അതിൽ ബാക്കി വരും. ഈ ഒരു പീസ് നമുക്ക് അല്ലെങ്കിലും ഉപയോഗിക്കാൻ പറ്റില്ല. അത് പുതിയത് വാങ്ങണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല. 350 രൂപ 325 രൂപയ്ക്കാണ് നമ്മൾ പുതിയതാണെങ്കിൽ വാങ്ങേണ്ടി വരിക. ഇത് നമുക്ക് ആകെ 150 രൂപ വന്നിട്ടുള്ളൂ, ഈ ഒരു പൊട്ടുള്ളതുകൊണ്ട് മാത്രം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഏരിയ, കുറച്ച് ഏരിയയൊക്കെ ടൈല് വാങ്ങുന്നവർ, ചെറിയ ടൈലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരേ ഡിസൈൻ തന്നെ പൊട്ടിയതൊക്കെ ഉണ്ടായിരിക്കും. അതിനൊക്കെ ആണെങ്കിൽ പൊട്ടിയതാണെങ്കിൽ ഒരു പീസിന് നമുക്ക് 150 രൂപയൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിൽ പറയുന്നുണ്ട്, ചിലവ് കുറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ചെയ്യാം. ഈ ബേ വിൻഡോ ഇത് നമ്മുടെ താഴത്തിട്ടിരിക്കുന്ന അതേ ടൈലാട്ടോ, 29 രൂപേൻ്റെ ആ ടൈൽ തന്നെയാണ്. അത് അത്ര ഏരിയയ്ക്ക് നമുക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഒരു അലമാര ഉണ്ട്, മുകളിലുള്ള ഒരു അലമാര, ചെറിയൊരു അലമാര വയ്ക്കാനുള്ള ഗ്യാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റാണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ നമ്മൾ തന്നെ പറഞ്ഞുണ്ടാക്കിയതാണ്. അത് വേറൊന്നുമല്ല, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കാനുള്ള കാരണം നമ്മളെ മേലെ സ്ട്രക്ചർ വർക്ക് ചെയ്തിട്ട് കുറേ കമ്പികൾ ബാക്കി വന്നു. അതിൽ കമ്പി റിട്ടേൺ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ഇതല്ലേ ഓരോ പീസൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മളൊരു ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ ഉണ്ടാക്കി. ഡൈനിങ് ടേബിൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ബുഷ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് 4 ബുഷ് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെ അടിയിലും ബുഷ് ഉണ്ട്. നമുക്കിങ്ങനെ തള്ളി വയ്ക്കാം, ധൈര്യമായിട്ട് തള്ളാം. ഇത് ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ. ഇത് നമ്മൾ മരത്തിൻ്റെ നോക്കിയിരുന്നു. മരത്തിൻ്റെ ഇത്രയും ഏരിയയ്ക്ക് നമുക്ക് വാങ്ങണമെങ്കിൽ 22 രൂപേൻ്റെ അടുത്തൊക്കെ ചിലവ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ പണിക്കാരെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 12 രൂപയിലൊക്കെ ഗ്ലാസ് അടക്കം തീരും. ഇതിപ്പോൾ ഇത്രയും വർക്ക് നമുക്ക് ആയതിന് 8 രൂപേൻ്റെ അടുത്ത് ചിലവ് വന്നിട്ടുള്ളൂ മൊത്തം. ഇടയിൽ സ്ക്വയർ പൈപ്പ് നമ്മളെ മുക്കാലിൻ്റെ സ്ക്വയർ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിന് പെയിൻ്റ് അടിച്ചൊക്കെ വരുമ്പോഴേക്കും സംഭവം നല്ല കിടുക്കിയായി. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. ഓപ്പൺ കിച്ചണിൽ അത് നമ്മൾ ഇങ്ങനെ കൺജസ്റ്റഡ്, അതായത് എപ്പോഴും എല്ലാവരുമായിട്ട് ഫാമിലി മെമ്പേഴ്സിനും മൊത്തൊരു ഫീൽ ഉണ്ടായിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഓപ്പൺ കിച്ചൺ എന്നുള്ള കൺസെപ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കും മീൻ വറക്കുന്നോ ഇതൊക്കെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അത് വരാതിരിക്കാൻ നമ്മളിവിടെ ഒരു മോഡേൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. മോഡേൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഹൈ മോഡേൺ കിച്ചൺ എന്നല്ല, നമ്മളതായിട്ടുള്ള പ്ലാനിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരുപാട് പേരിപ്പോൾ വീടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എക്സോസ്റ്റ് കൊടുക്കാനുള്ള സൗകര്യം നമ്മളിവിടെ ആദ്യമേ ഒരു കട്ടിങ് കൊടുത്തിരുന്നു. ഈ നേരെ മുകളിലേക്ക് നമ്മളിവിടുന്ന് അങ്ങോട്ടൊരു പുറത്തേക്കൊരു വേ കൊടുക്കും. അവിടെ നമ്മൾ എക്സോസ്റ്റിനുള്ള വയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് മീൻ വറക്കുക അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളത് യൂസ് ചെയ്യും. നല്ല അടിപൊളിയായിട്ട് വലിച്ചെടുക്കുകയും ചെയ്യും. അത് തന്നെയാണ് നമ്മൾ മോഡുലാർ കിച്ചണിലും കൊടുക്കുന്നത്. അത് കുറച്ച് ഭംഗി ഉണ്ടാവുമെന്ന് മാത്രം. അത് ഭംഗി കൂടുന്തോറും നമുക്കൊരു 10-30,000 റുപ്യ അവിടെ അങ്ങനെ പോയി കിട്ടും. ഇത് നമുക്കൊരു 10,000-3,000 റുപ്യയിൽ എക്സോസ്റ്റും എല്ലാം കൂടി വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 3,000 റുപ്യ. അതിൽ പരിപാടികൾ മൊത്തം കഴിഞ്ഞു. ഇത് നമ്മൾ പുറത്തേക്കുള്ള കാഴ്ചയാണ്. ഇതൊക്കെ നമ്മൾ പഴയത് നമ്മുടെ കടകളിൽ നിന്ന് കിട്ടിയിരുന്നായിരുന്നു. ഇത് നമുക്ക് കിട്ടിയ സമയത്ത് നമുക്ക് ഇതിന് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. വെച്ചപ്പോൾ നമുക്ക് നല്ല ഡിസൈനായിട്ട് തോന്നി. ഇനി അതിൻ്റെ പുറത്ത് നമ്മൾ സ്ലൈഡിങ് വിൻഡോയാണ് വരിക. അത് നമ്മുടെ ഫാബ്രിക്കേഷൻ വർക്ക് തന്നെയാണ് വരുന്നത്. സ്ലൈഡിങ് അതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ആ 20,000 രൂപയിൽ നമുക്ക് ആ സ്ലൈഡിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഗ്ലാസ് നമ്മൾ ഇനി പുറത്തുനിന്ന് വാങ്ങണം. അപ്പോൾ ഗ്ലാസും കൂടി കൂട്ടുകയാണെങ്കിൽ ഗ്ലാസ്സിന് ഒരു 6,000 റുപ്യേൻ്റെ അടുത്ത് മൊത്തം വരും. കളറായതുകൊണ്ട് കേട്ടോ. കളറല്ലാന്നുണ്ടെങ്കിൽ അത്ര റേറ്റ് വരില്ല. കളറിന് മഞ്ഞ, ചുവപ്പ് ഇത് രണ്ടിനും നല്ല റേറ്റ് ഉണ്ട്. മഞ്ഞയ്ക്ക് എനിക്ക് തോന്നുന്നത് 80 രൂപ സ്ക്വയർ ഫീറ്റിനുണ്ട്. ചുവപ്പിന് 70 രൂപ. വെള്ളയ്ക്കാണ് ഏറ്റവും കുറവ് 40 രൂപ ഒരു സ്ക്വയർ ഫീറ്റിന് കേട്ടോ. കളർ ഗ്ലാസ് വാങ്ങുമ്പോൾ നമുക്ക് ഇവിടെയൊന്നുമില്ല, നിലമ്പൂരില്ല. അത് കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ തന്നെ ഉള്ളൂ. ഇത് അടുക്കളയാണ്. അടുക്കള എന്ന് പറഞ്ഞാൽ പക്ക അടുക്കള നമ്മൾ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടില്ല. പക്ക അടുക്കള ചെയ്യാൻ നമ്മൾ പുറത്ത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു പഴയ രീതിയിലുള്ളൊരു അടുപ്പ് നമ്മൾ പ്ലാനിലുണ്ട്. അതിൻ്റെ വർക്കായിട്ടില്ല. ഇത് നമുക്ക് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ വരുന്ന ഇത് പാത്രം കഴുകാനൊക്കെ ഉള്ള ഏരിയയാണ്. അതിനുള്ള ഏരിയ നമുക്കിവിടെ ഒരു പൈപ്പ് കൊടുത്ത് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പൈപ്പ് കൊടുത്തില്ല, പൈപ്പ് കൊടുക്കണം. പിന്നീട് നമുക്കിവിടെ വന്നിട്ട് ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ഏരിയ വരുന്നത്. കറണ്ട് അടുപ്പ് വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കറണ്ട് അടുപ്പ് വെക്കാം. ഇവിടെ നമ്മൾ ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ചിമ്മിനി എന്ന് പറഞ്ഞാൽ വേറൊന്നിനും വേണ്ടിയിട്ടല്ല, നമ്മുടെ ഇതിന് എന്താ പറയുക, ടാങ്ക് വെക്കാനുള്ള ഉദ്ദേശം മാത്രം. അതിനാണ് നമ്മൾ ചിമ്മിനി വെച്ചിട്ടുള്ളത്. അത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടാങ്കിന് നമുക്കൊരു പണിയായി മാറും. അത് ഞാൻ വേറെ വെറൈറ്റിയും കൂടി അവിടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ തിണ്ട് കണ്ടില്ലേ, സ്റ്റെപ്പ് കണ്ടില്ലേ,
സ്റ്റെപ്പ് നമ്മുടെ മാറ്റ് ഫിനിഷ് ടൈലാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് 2 പീസാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അത് നമ്മൾ ഞാൻ പറഞ്ഞത് ഒരു സ്ക്വയർ ഫീറ്റിന് 25 റുപ്യാണ് വന്നിട്ടുള്ളൂ. അത് ഇങ്ങനെ 2 പീസ് 3 പീസ് 4 പീസൊക്കെ അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ റേറ്റ് കുറയും. അത് നമ്മൾ പുറത്തേക്കുള്ള ഭാഗത്തേക്ക് ആയതുകൊണ്ട് നമ്മൾ അതൊരു മാറ്റ് ഫിനിഷ് തന്നെ കൊടുത്തു. മഴ പെയ്യുന്ന സമയത്ത് പിന്നെ അതൊരു ബുദ്ധിമുട്ട് വരേണ്ടതാണ്. ഇത് നമ്മൾ പണ്ടത്തെ പോലത്തെ വീടുകളിലെ തറവാട്ടിലേക്ക് പോലുള്ള മരം കൊണ്ട് ചെയ്യുന്നതിന് പകരം നമ്മളത് സ്റ്റീൽ കൊണ്ട് ചെയ്തു, ഇരുമ്പ് കൊണ്ട് ചെയ്തു. ഇത് 1.25 അരയാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇത് പലരും ഇവിടെ 1.25 3/4 ചെയ്യുന്നവരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, സ്ട്രെങ്ത്തിന് ഒരു കുറവുമില്ല. കാരണം നമ്മളിത് അടുപ്പിച്ച് കൊടുത്തോണ്ട് സ്ട്രെങ്ത് ആയിട്ട് ഒരു വിഷയവും വരില്ല. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല രസമുള്ള വ്യൂ ആണ്. ഇതിവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഈ കബോർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കബോർഡിന് ഒരുപാട് ഫണ്ട് ചിലവാക്കുന്ന ഒരുപാട് പേരുണ്ട്. 30,000 40,000 ഒക്കെ ചിലവാണ്. ഇത് ആകെ നമുക്ക് പണി അടക്കം 50,000 രൂപയിൽ തീരും. ഇത് മോശമായി എന്നൊക്കെ വിചാരിക്കുന്നവർ, നമുക്കിത് താല്പര്യത്തിൽ നമ്മൾ ചെയ്തതാണ്. താഴത്തും നമ്മൾ അതേപോലെ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു ഷെൽഫ്. പിന്നെ നമുക്ക് അടുക്കളയത്തെ മച്ചാട്ടത്. അടുക്കളയത്തെ മച്ചിൽ നിങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. അടുക്കളയത്തെ മച്ചിൽ ഒരുപാട് പേര് വരുമ്പോൾ അവരോടൊക്കെ നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ വീട്ടിൽ ഈ കാണുന്ന മച്ചിൽ നിങ്ങൾക്കൊരു രഹസ്യ അറയുണ്ട്. ആ രഹസ്യ അറയിലേക്കുള്ള ഒരു വഴി എവിടെയാണ്? മുകളിലേക്ക് നമുക്ക് എന്തെങ്കിലും പാത്രങ്ങളോ അല്ലെങ്കിൽ ആൾക്ക് തന്നെ മുകളിലേക്ക് കയറണമെങ്കിലൊക്കെ ഒരു രഹസ്യമായിട്ടുള്ള ഒരു ഇതുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്തൊന്നും ഒരു ഡോറ് ഇതിലുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ എവിടെയും കാണാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം. അല്ലേ, എല്ലാം ഒരേപോലെ കിടക്കുന്ന രീതിയിലാണ്. അത് നമ്മൾ അവരോട് അങ്ങനെ തന്നെ വേണം, അതായത് ആരും പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവരുത് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് മച്ചിൻ്റെ മേലേക്കുള്ള കാഴ്ച. ഇനിയിപ്പോൾ ഞാനത് കാണിച്ചു തരാം. വേറെ എവിടെയല്ല, ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റാണ്. ഈ ലാസ്റ്റ് പോയിന്റിൽ നമ്മളിങ്ങനെ പോവാം. മുകളിലേക്ക് ഇങ്ങനെ സ്റ്റെപ്പ്, അത് സ്റ്റെപ്പിൻ്റെ കാര്യത്തിൽ കൺഫേം ആയില്ല കേട്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കൈ വയ്ക്കുക, ഒറ്റ തള്ളൽ അല്ലേ. ഇതാണ് മച്ചിൻ്റെ മുകളിലേക്കുള്ള ഉള്ളിൽ നിന്നുള്ള വഴി. നമ്മളെ പഴയ തറവാട്ടിലൊക്കെ ഉണ്ടാവണം അതേ രീതിയിൽ തന്നെ. അത് കാണരുത് എന്ന് നമ്മൾ അവരോട് പറഞ്ഞിരുന്നു. ഇതിപ്പോൾ എൻ്റെ കയ്യേറ്റ അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓട്ടഞ്ഞാണ് പോകും. കാരണം 25-30 കിലോൻ്റെ അടുത്ത് വെയിറ്റ് ഇതുണ്ട്. ഇതവിടേക്ക് ചാരുന്നതുകൊണ്ട് നല്ല സുഖമായിട്ടിരുന്നോളൂ. ഇനി ഞാനിങ്ങനെ കൈ കൊണ്ട് താങ്ങി നിർത്തി നൈസായിട്ട് അയച്ചു മറിച്ചു. ഇതാണ് നമ്മളെ മച്ചിൻ്റെ കാര്യം കേട്ടോ. ഇനി നമുക്ക് കാണേണ്ട കാഴ്ച, മുകളിലത്തെ കാഴ്ച നല്ല രസമല്ലേ, അടിപൊളിയല്ലേ. ഓടിങ്ങനെ നിരത്തി അതിന് നമുക്കൊരു സീലിംഗ് കൂടി വരാണ്ടതിൽ, മരത്തിൻ്റെ തന്നെ സീലിംഗ്, അതും കൂടി കരാറിൽ പെട്ടതാണ്. അതായത് മച്ചിൻ്റെ കരാറിൽ പെട്ടതാണ്. 1:10 മച്ചിൻ്റെ പണി മൊത്തം തീരും കേട്ടോ. അടുത്ത ബെഡ്റൂമിലേക്ക് വരാം. അടുത്ത ബെഡ്റൂമിൽ ഇതേപോലെ മച്ച് തന്നെയാണ്. ഈ മച്ചിൻ്റെ എനിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10:10 നമ്മളെ ബെഡ്റൂം. അത് പഴയ വീടുകളിലൊക്കെ ഈ ഒരു സൈസ് മച്ച് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമുക്കിത് ഒരു ത്ലാനിൽ തന്നെ കിട്ടിയത്. ത്ലാന് പുതിയ വീടിനൊക്കെ ആണെങ്കിൽ ഒറ്റ ത്ലാന് ഈ ഒരു വലുപ്പത്തിൽ പഴയത് വീടിൻ്റെ കിട്ടൽ സംശയമായിരിക്കും. കാരണം വീടുകളൊക്കെ വലിയ വലിയ വീടുകളാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. റൂമൊക്കെ വലിയ റൂമാണ്. നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളെ റൂമിന് ഒരുപാട് വലുപ്പം വേണ്ട. ഇപ്പം നമ്മളെ വീട് നിൽക്കുന്ന നമ്മളെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ 11-12 ആ ബെഡ്റൂം തന്നെ നമുക്ക് ആവശ്യമില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ്. നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ കടന്നുറങ്ങാനും അത്യാവശ്യ കാര്യങ്ങൾക്കും മാത്രം. അതായത് ഒരു അലമാര, ഒരു ടേബിൾ, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അനാവശ്യമായിട്ട് റൂമിൽ നമുക്ക് സ്പെൻഡ് ചെയ്യുന്നതിനോട് നമുക്ക് വലിയ താല്പര്യമില്ല. കൂടുതലും വീട്ടുകാരൊക്കെ ആയിട്ട് അച്ഛനും അമ്മയും വൈഫും കുട്ടികളൊക്കെ ആയിട്ട് ഒന്നിച്ച് ഹാളിലൊക്കെ ആകുമ്പോൾ ഒരു ഫീല് നല്ല രസമായിരിക്കും. റൂമിലൊക്കെ ഇങ്ങനെ റൂമിൽ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്തും ഒരു കൺജസ്റ്റഡ് ഫീൽ ചെയ്യണം. എപ്പോഴും അവരെ ദേഹത്ത് ഇങ്ങനെ തട്ടിപ്പോകുന്ന രീതിയിൽ, അതായത് അങ്ങനെ തട്ടിപ്പോവുകയാണെങ്കിൽ നമുക്കൊന്നുകൂടി കുറച്ചും കൂടി ആഴം ഉണ്ടാവും. ബന്ധങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന് നമ്മൾ മൊബൈൽ യുഗത്തിലേക്ക് മാറിയതോടുകൂടി എല്ലാവരും ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് ഒതുങ്ങിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ തള്ളൊന്നുമല്ല കേട്ടോ, വെറുതെ തള്ളുകയാണെന്ന് വിചാരിച്ചിട്ട് ഇവനെന്താ പ്രാന്താണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഞാൻ എൻ്റേതായിട്ടുള്ള കൺസെപ്റ്റ് പറഞ്ഞു. പലർക്കും പല രീതിയിലുള്ള ചിന്താഗതിയും കാര്യങ്ങളായിരിക്കും. അടുത്ത ബേ വിൻഡോ ആണ്. അടുത്ത ബേ വിൻഡോയിൽ നമ്മൾ കറക്റ്റ് നമ്മുടെ ടൈൽ തന്നെ താഴത്തുള്ള സെയിം ടൈൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അവിടെ ഇംബിൾഡ് ചെയ്തു അല്ലേ. പിന്നെ ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം നല്ല നീളത്തിൽ വിസ്താരമായിട്ടുള്ള ബാത്റൂമാണ്. ബാത്റൂമിന്
ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആ ക്വാണ്ടിറ്റി വില കുറഞ്ഞ സാധനം തന്നെയാണ്. 29 രൂപ 50 പൈസേൻ്റെ ടൈലാണ്. നമുക്ക് നേരെ മച്ചിലേക്ക് പോകാം. മച്ചിലേക്കുള്ള കാഴ്ചകൾ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇതാ പോകുന്നു, സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി. ലിയോ ലിയോ ഇതായിരുന്നു നമ്മളെ ലിയോൻ്റെ ഒരു ചാനലുണ്ട് കേട്ടോ. അതായത് നമ്മുടെ വീടിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ ലിയോ പട്ടിക്കുട്ടിയുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ മോമൂസ് ട്രെൻഡ് എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവളുടെ കളികളും അവളുടെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചാനലാണ്. അതും അടിപൊളിയായിട്ട് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സന്തോഷമുള്ള കാര്യമാണ് അല്ലേ ലിയോ? അല്ലേ ലിയോ? ഒരു ഷേക്കൻ തന്നെ അങ്ങനെ കാണിച്ചു കൊടുക്കട്ടെ പേർക്ക്. ഗുഡ് ഗേൾ. ഷേക്കനുണ്ട്. ഗുഡ് ഗേൾ. ഇത് നമ്മൾ മേലേക്ക് വന്നിട്ട്, മേലത്തെ ഒരു നടവഴിയാണ് ഈ കാണുന്നത്. നടവഴി കൂടെ അങ്ങനെ നേരെ വന്നിട്ട്, ഇത് നമ്മുടെ പച്ച പുല്ലിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ പുല്ല്, ഗ്രാസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇടാനുള്ള ഏരിയയാണ്. അപ്പം നമ്മളെ കൂട്ടുകാരനോട് ചോദിച്ചു, എടാ പൊടി ആവാതിരിക്കാൻ, പുല്ല് വന്നാലും കുഴപ്പമില്ല, നമുക്കത് പൊടി അടിയിൽ നിന്ന് പൊന്തരുത്. അപ്പോൾ അതിൽ സിമൻറ്റ് വെള്ളം കലക്കി ഒഴിച്ചിട്ട് ചൂലും കൊണ്ട് അടിച്ചിട്ടുള്ളതാണ്. അത് അടിപൊളിയായിട്ടോ, സംഭവം അടിപൊളിയായി. ഇനി നമുക്കിതിൻ്റെ മേലെ പുല്ല് വെച്ചാൽ മാത്രം മതി. ഇവിടെയൊക്കെ നമ്മൾ പുല്ലൊട്ടിക്കും, ഇവിടെയും ആ ഒരു തരിപ്പിലും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പുല്ലിടുകയുള്ളൂ. അതവിടെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാറ്റിയെടുക്കാവുന്ന രീതിയിൽ. ഇതാണ് നമ്മുടെ വാതിൽ, അതായത് നമ്മുടെ പത്തായപ്പുരയുടെ വാതിൽ. പത്തായപ്പുരയുടെ വാതിൽ ആദ്യം ഇവിടെ വേറൊരു വാതിൽ നമ്മൾ വെച്ചേന്ന്. നമ്മളെ കൺസെപ്റ്റിൽ ഇങ്ങനെ തന്നെയായിരുന്നു, ചാടി കിടക്കണം എന്നുള്ള. അതായത് കുട്ടികൾ ഓടി വന്നു കഴിഞ്ഞാൽ ബാൽക്കണിയിലേക്ക് പോകരുത്, കുറച്ച് റിസ്ക് എടുത്ത്. അപ്പോഴേക്കും നമുക്ക് നമ്മളെ ഫാമിലി, അതായത് വലിയ ആളുകൾക്കൊക്കെ കാണാൻ പറ്റും കുട്ടികൾ പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ആ സമയം നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഇങ്ങനത്തെ വാതിൽ തന്നെ വേണം. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് 6000 രൂപയ്ക്കാണ്. ഈ ഒരു വാതിൽ മൊത്തത്തിൽ ചിലവ് വന്നിട്ടുള്ളത് 6000 രൂപയാണ്. നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെയൊക്കെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു പഴയത് വീട് പൊളിക്കുന്നവരുണ്ടെങ്കിൽ, അതൊരു ആൻറ്റിക് ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് അതൊരു ആക്രി കട അല്ലെങ്കിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന പഴയ കടകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതിന് വലിയ എമൗണ്ട് വരില്ല. കാരണം ആൻറ്റിക്കായി മാറുമ്പോൾ അതൊരു ട്രഡീഷണൽ ലുക്ക്, അവർ ചിന്താഗതി തന്നെ മാറിപ്പോകും. ഇതാകുമ്പോൾ നമുക്ക് നമ്മൾ തോന്നിയ റേറ്റിനായിരിക്കും. അവർക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എടുത്തില്ലാന്നുണ്ടെങ്കിൽ അത് പൊളിച്ചിട്ട് അവർ വേറെ എന്തെങ്കിലും സാധനമാക്കി മാറ്റും. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. ഇതിൻ്റെ സൗണ്ടാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അല്ലേ, തിരികുറ്റി വാതിലാണ്. ഞാൻ കാണിച്ചുതരാം. ഈ ഒരു സൗണ്ട് നമുക്ക് ഭയങ്കര താല്പര്യം. നേരെ നമ്മളിവിടെ ചാടിക്കിടക്കുകയാണെങ്കിൽ, ഇങ്ങനെ ചാടിക്കിടന്ന് ഒരു നീളത്തിൽ ചെറിയൊരു കുഞ്ഞൊരു വരാന്ത, 2 കസേരയൊക്കെ ഇട്ട് ഇങ്ങനെ വിശാലമായിട്ട് ഇരിക്കാൻ പറ്റിയ ചെറിയൊരു വരാന്ത. ഇതൊക്കെ നമ്മുടെ അന്നത്തെ പ്ലാനിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ബാത്റൂം കോൺക്രീറ്റ് ചെയ്ത സമയത്ത് ഇവിടെയും നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്റൂം 2ഉം നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മുകളിലേക്ക് ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ നമുക്ക് ഏറ്റവും ബെറ്റർ അതാണ്. കയറി പോകുന്ന ഏരിയ കൊണ്ട് നമ്മൾ മുകളിലേക്ക് നിർബന്ധമായിട്ടും അങ്ങനെ ചെയ്യണം. ഇതാണ് നമ്മുടെ മച്ചിൻ്റെ മേലെ നിന്ന്, ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച. ഇനി നമുക്ക് നേരെ ഇതുണ്ടല്ലേ, ഇവിടെയൊക്കെ പോളിഷ് ചെയ്താട്ടോ. പോളിഷ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ ഞാൻ ഇനി പുതിയതായിട്ട് ചെയ്യാം. ജാളി കട്ടിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജാളി നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ജാളിക്ക് 35 രൂപയാണ് കേട്ടോ. ഇതാണ് ഇത് കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ പ്രത്യേകത വേറൊന്നുമല്ല, ഇതൊരു എക്സ്പെൻസ് കുറയ്ക്കുന്ന ഒരു സംഭവം കൂടിയാണ്. കാരണം നിങ്ങൾ ആലോചിക്കുക, ഇതൊരു 100 ജാളിയുടെ അടുത്തുണ്ട്. 100 ജാളിയുണ്ട്. 100 ജാളി 3500 രൂപ. അതായത് 35 രൂപ ഒരു ജാളിക്ക് വെച്ചിട്ട് 100 ജാളി ആകുമ്പോൾ 3500 രൂപ. അപ്പോൾ പിന്നെ അതിൻ്റെ പണിക്കൂലി ഒരു 1100 രൂപ പണിക്കൂലിയും, പിന്നെ അതിൻ്റെ ഒരു പേസ്റ്റും. എങ്ങനെയായാലും ഒരു 5 രൂപ 5.5 രൂപ, മാക്സിമം പോയാൽ 6 രൂപ. 6000 രൂപയിൽ നമുക്ക് ഇത്രയും ഏരിയ വർക്ക് മൊത്തം കഴിഞ്ഞു. നിങ്ങൾ അവിടെ ഒരു ജനലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. 6000 രൂപയ്ക്ക് ജനൽ മൊത്തം കഴിയില്ല, എങ്ങനെയാലും കഴിയില്ല. അപ്പോൾ അത് പിന്നെ നമുക്ക് ഇത് തുറക്കേണ്ട ആവശ്യമില്ല, കൺജസ്റ്റഡ് അല്ല, നമുക്ക് എപ്പോഴും എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കും. എയർ ഇങ്ങനെ കയറി ഇറങ്ങാനുള്ള വഴി നമ്മളിവിടെ മേലെ കൊടുത്തിട്ടുണ്ട്. അതായത് പടിഞ്ഞാറേ കാറ്റ് ഉള്ളിലേക്ക് കയറി കിഴക്ക് കൂടെ ഇറങ്ങിപ്പോവാം, കിഴക്കേ കാറ്റ് ഉള്ളിലൂടെ കയറി പടിഞ്ഞാറേക്കും പോവാം.
ഇനിയിപ്പോൾ അങ്ങനെയല്ല പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മേലേക്കൊരു വേണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെയും ഇത് കൂടി നമ്മൾ 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഡോറ് വരുന്ന ജനലുകളാണ്. ഇവിടെ ഒരു കിളിവാതിലുണ്ട്. കിളിവാതിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കിയൊരു സാധനമാണ്. കിളിവാതിൽ നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം, തുറക്കുമ്പോൾ ഇങ്ങനെ 2 സൈഡിലേക്ക് തുറന്നു പോകുന്ന രീതിയിൽ. ആളുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടൊരു ഫോട്ടോയൊക്കെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുമ്പോൾ എന്താ ലുക്ക്, കാണാൻ എന്താ ഭംഗി. സ്ഥലം നല്ല ഭംഗിയായിട്ടപ്പോൾ ഇവിടെ വീടുകൾ വരാത്തോളത്തോളം കാലം നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ തന്നെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു സ്ഥലം അടിപൊളിയാണ്, കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. ഇത് നമ്മുടെ ഇരുമ്പിൽ തന്നെ, അതായത് സ്റ്റീലിൽ തന്നെ നമ്മൾ പറഞ്ഞുണ്ടാക്കിയതാണ്. അന്ന് നമുക്ക് ഇതിന് വന്നിട്ടുള്ള റേറ്റ് 1700 രൂപയാണ്. ഈ ഒരു പീസ് നമ്മൾ ചെയ്ത് വന്നതിന് 1700 രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു പരിക്കനിട്ടുണ്ട് കേട്ടോ. ഈ പരിക്കനിട്ടത് നമ്മളിവിടെ ഓടിന് ചോർച്ച വരും, അതായത് നമ്മൾ തുടക്കത്തിലല്ലെങ്കിലും പിന്നെ ഓടിന് ചോർച്ച വരും. ഞാൻ കാണിച്ചു തരാം. ഇത് കൂടി നമ്മൾ കണ്ടോ, ഇതൊക്കെ നമ്മൾ മിഞ്ഞാന്നിട്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു കിളിവാതിലുണ്ട്, കുഞ്ഞു കിളിവാതിൽ നമുക്ക് പുറത്തേക്ക് നോക്കാൻ. അതേപോലെ ഇവിടെയും അതേപോലെ ഒരു കിളിവാതിലുണ്ട്, കുഞ്ഞു കിളിവാതിൽ അല്ലേ. നമുക്ക് അവിടെ നിന്ന് വണ്ടിയൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ സുഖമായിട്ട് കാണാൻ പറ്റും. കുഞ്ഞുമക്കൾ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെയർ ഇടണം, എന്നാലേ അവർക്ക് കയറി കാണാൻ പറ്റുള്ളൂ. മച്ചിൻ്റെ മേലെ ഹാളിൽ മച്ചിൻ്റെ മേലെ കാഴ്ചയാണിത് അല്ലേ. ഇങ്ങനെയാണ് നമ്മുടെ ഇത് വരിക. അതായത് ഒരു 2 അടിയുടെ ഒരു ഓരോ പീസ് വെച്ചിട്ട്, 2 അടിയല്ല 2.5 അടിയൊക്കെ ഉണ്ടാവും. ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ മച്ചിൻ്റെ മേലെ ചെയ്തിട്ടുള്ളത്. താഴത്ത് നോക്കുമ്പോൾ അത് നമ്മളെ പീസായിട്ട് കാണില്ല. ഇനി ഇത് സാൻഡർ ചെയ്യണം. സാൻഡർ ചെയ്ത് നല്ല മിനുസപ്പെടുത്തി അടിപൊളിയായിട്ട് പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി ഇടാനുള്ള ഉദ്ദേശമാണ്. മച്ചിൻ്റെ മേലത്തെ കാഴ്ചതാണ്. ഈ ഒരു ഗ്ലാസ് കണ്ടില്ലേ നിങ്ങൾ, ഇത് എനിക്കൊരു ഗിഫ്റ്റ് കൂട്ടുകാരൻ തന്നതാണ്. അതായത് അവനത് ഒഴിവാക്കിയ ഗ്ലാസ് ആയിരുന്നു. അതൊരു വേറെ വീടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയപ്പോൾ ഒഴിവാക്കിയതായിരുന്നു. അത് നമ്മൾ അവൻ്റെ എന്താ പറയുക, അവൻ്റെ ഗിഫ്റ്റ് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ നമ്മൾ വീടിൻ്റെ ഒരു ഭാഗത്ത്, അതായത് ഓരോ ഇതേപോലെ 3 ഗ്ലാസ് ഉണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് കൊടുക്കും, അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഗ്ലാസ്, അവിടുന്ന് അങ്ങോട്ടൊരു ഗ്ലാസ്, അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ചുമര് കണ്ടെങ്കിൽ ഒന്നും തേച്ച് മാത്രം ഇട്ടിക്കുക. എന്തിനങ്ങനെ തേച്ചിട്ടെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, ഇതൊരു തിയേറ്ററാണ്, പ്രൊജക്ടർ വെക്കാനുള്ള ഏരിയ. ഇവിടെ നമുക്ക് പ്രൊജക്ടർ വരും. ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതൊരു നല്ല വ്യൂ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അത് നമ്മളൊരു ആഗ്രഹം, ഒരുപാട് ദിവസത്തെ ആഗ്രഹമായിരുന്നു നമ്മളൊരു പ്രൊജക്ടർ, ഒരു തിയേറ്റർ ഫീൽ നമുക്ക് അവിടെ കിട്ടുമെന്നുള്ളത്. അതിന് വലിയ റേറ്റൊന്നുമില്ല, 6000-6500 രൂപയ്ക്ക് പഴയ ലോക്കൽ കിട്ടും. എനിക്കിപ്പോൾ 2-2.5 കൊല്ലമായിട്ട് ഒരു പ്രൊജക്ടർ ഉണ്ട്. അത് വലിയ കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 6000 രൂപയ്ക്കൊക്കെ നല്ല മുതലാണ്. 36,000 മണിക്കൂറാണ് അവർ പറയുന്നത്. അതിൻ്റെ ഇടയിൽ കേടുന്ന് പോയി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല, പക്ക ചൈന സാധനമായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു കിളി, അതായത് ചെറിയൊരു റൂം, മച്ചിൻ്റെ മേലെ ചെറിയ റൂം. ഇത് വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ ഒരു റൂമാണ്. കറണ്ടും വയറിങ്ങും പ്ലഗും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അഥവാ വേറെ എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പരമാവധി നമ്മളത് യൂസ് ചെയ്യാൻ നോക്കും. കാരണം മരപ്പട്ടീൻ്റെയൊക്കെ ശല്യം വരും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറി അവിടെ ഒരു ഇതുണ്ടാക്കിയാലേ, ഓളം ഉണ്ടാക്കിയാലേ നമുക്ക് അവിടെ അതിൻ്റെ ഒരു ഫീൽ അവിടെ ഉണ്ടാവുള്ളൂ. ഇല്ല എലിയോ ഇവിടെ വന്നേ. ഇനി നമുക്ക് നേരെ അടുത്ത വാതിലിലേക്ക് പോകാം. ഈ ഒക്കെ 4.5 അടിയുടെ വാതിൽ ജനലുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഇങ്ങനെ കയറി പോവുകയാണെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞി മച്ച്, ഈ ഒരു മച്ചിൽ നമുക്കിവിടെ ബെഡിട്ട് കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പകൽ സമയത്ത് കൊടും ചൂടുള്ള സമയത്ത് ഇവിടെ കിടക്കാൻ ആരും വിചാരിക്കേണ്ട, നല്ല ചൂടുണ്ടായിരിക്കും. ഓടിൽ നിന്ന് ചൂട് താഴത്തോട്ട് ഇറങ്ങും. പക്ഷേ നമ്മുടെ റൂമിലേക്ക് പോവില്ല. ഈ മരത്തിൻ്റെ ഇടയിൽ എയർ സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കും. ഇവിടെയും നമ്മൾ ഫാനും പ്ലഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വയർ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കിളിവാതിലുണ്ട്. ഈ കിളിവാതിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് കാണാനുള്ള വ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നല്ല ഭംഗിയിൽ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ നമ്മൾ ഇന്നലെ തേച്ച് നല്ല മിനുക്കിയെടുത്താട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അടുത്ത കാഴ്ച. ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ കോൺക്രീറ്റ് സിമെൻറ്റ് നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഇവിടേക്ക് ഞാൻ സുഖമായിട്ട് നിൽക്കാൻ പറ്റും കേട്ടോ. കാരണം 6 അടി 6.5-7 അടിയുടെ അടുത്തായിട്ടുണ്ട്.
ഇവിടുന്ന് നമുക്ക് മേലെ നിന്ന് നമുക്ക് താഴത്തോട്ട് നോക്കാം. ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഈ ജനൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴത്തേക്ക് നോക്കാനുള്ള സൗകര്യമുണ്ട്. എന്താണ് ഇവിടെ, ആരാണ് ഇവിടെ എന്നൊക്കെ കാണാൻ പറ്റും. നേരെ വന്നു കഴിഞ്ഞാൽ ഈ മച്ചിൻ്റെ പുറത്തേക്ക് കയറി ഇവിടെ നമുക്കൊരു, ഇവിടെയാണ് നേരത്തെ നിങ്ങൾ കണ്ട അടുക്കളയിൽ നിന്ന് പൊന്തിച്ച മച്ചിൻ്റെ ആ ഡോറ് അല്ലേ. ഇതാണ് മച്ചിൻ്റെ ഡോറ്. ഇവിടെ നമുക്ക് മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ വല്ല ബുക്കൊക്കെ വായിച്ചിരിക്കുക. ചീറ്റൽ, ചെറിയൊരു ചീറ്റൽ ഇങ്ങനെ അടിക്കും. നല്ല രസമാണ് അവിടെ, വൈബാണ്. ചെവി പോയി. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മച്ചിൻ്റെ മേലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഏറ്റവും മേലത്തെ ഈ ഒരു കാഴ്ചയും കൂടിയാണ് നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് കാണാനുള്ളത്. മച്ചിൻ്റെ മേലേക്ക് അല്ലേ. ഇത് ഞാൻ കയറിങ്ങനെ ലൂസാക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ താഴത്തോട്ട് ഇറങ്ങും. താഴത്തോട്ട് ഇങ്ങനെ പോയി. ഇതിപ്പോൾ ചാടുന്നില്ലല്ലോ, ചാടത്ത് പറഞ്ഞല്ല. താഴത്തോട്ട് പോയി. ഇല്ലയോ, കയറിക്കോ, പോട്ടെ. അത് പാടണ പറഞ്ഞല്ല കേട്ടോ, ഇവിടെ ലൂസായില്ല. ഉള്ള കാഴ്ചയാണിത്. ഇതുകൂടി ആണിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ്. 3.5 അടിയാണ് ഇതിൻ്റെ ഈ ജനലിൻ്റെ വലുപ്പം. ഇപ്പം ഞാൻ ഏറ്റവും മേലത്തേൻ്റെ തൊട്ടടുത്തെത്തി. കണ്ടോ, ഇത്ര ഹൈറ്റിൽ നമുക്കിവിടെ നിൽക്കാൻ പറ്റും. ഏറ്റവും മേലെ എന്നുള്ള കാഴ്ചയാണിത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ. ഇഷ്ടപ്പെട്ടു. അതൊക്കെ ഇവിടെ നമുക്ക് നിൽക്കാനും, അതായത് ചാരി ഇവിടെ കിടക്കാനുള്ള കട്ടിലാട്ടത്. എപ്പോഴും നമ്മളിവിടെ കൊണ്ടുവന്ന് കിടക്കലാണ്. അവളിവിടെ പട്ടിക്കുട്ടി ഇവിടെ പന്നീനെ എവിടെയോ കണ്ടിട്ടുണ്ട്, അതാണ് ഈ കുരയ്ക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു. ഗുഡ് ഗേൾ. ശേഖരനെ ഗുഡ് ഗേൾ. പോ ബാ, പോക്കോ. അവിടെ ഇരുന്ന് സിറ്റ് ഇറങ്ങിയോ. ബാ ബാ ബാ. Good girl.